ഇന്ന് ഞാൻ നിനക്കൊരു യഥാർത്ഥ ശബത്ത് തരാൻ പോവുകയാണ്. ആ ശബത്താണ് നസറായനായ യേശു ക്രിസ്തു എന്ന നാമം. ആ ശബത്ത് തൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു. അവൻ തുള്ളിയും ചാടിയും നൃത്തം ചെയ്തുകൊണ്ട് ദേവാലയത്തിനകത്ത് പ്രവേശിച്ചു. കഴിഞ്ഞ എത്രയോ 40-ലധികം വർഷമായിട്ട് ഇവൻ അനേകം ശബത്തുകൾ കണ്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് 38 വർഷം ബെഥസ്ദാ കുളത്തിൽ കിടന്നവനേക്കാളും സീനിയോറിറ്റി ഉണ്ട് ശബത്ത് ദിവസത്തിൽ ഈ മനുഷ്യന്. പക്ഷെ ഒരൊറ്റ ശബത്ത് പോലും ഇവന്റെ ശബത്തായി മാറിയില്ല. ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോ? അനേകം ആയിരക്കണക്കിന് ശബത്തുകളിലൂടെ ഈ മനുഷ്യൻ കടന്നുപോയെങ്കിലും ഒരു ശബത്ത് പോലും ഇവൻ അനുഗ്രഹമായി തീർന്നില്ല. ഇവന്റെ ശബത്തായി മാറിയില്ല. ഇവന്റെ ശബത്തായി മാറിയത് പത്രോസ് കൈക്ക് പിടിച്ച് നസറായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോഴാണ് ആ മനുഷ്യന്റെ ശബത്ത് അവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത്. കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞപ്പോഴാണ് 38 വർഷത്തിന് ശേഷം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ശബത്ത് വെളിപ്പെട്ടത്. നീ നിവർന്ന് നിൽക്ക. രോഗാത്മാവിനെ ശാസിച്ച് ആ കൂനിയായ സ്ത്രീ എഴുന്നേറ്റ് നിവർന്ന് നടന്നു പോയപ്പോഴാണ് അവളുടെ ജീവിതത്തിനകത്ത് യഥാർത്ഥ ശബത്ത് വെളിപ്പെട്ടത്. മഹോദരമുള്ള പുരുഷനെ നോക്കി അവനെ സൗഖ്യമാക്കിയപ്പോഴാണ് അവന് യഥാർത്ഥ ശബത്ത് വെളിപ്പെട്ടത്. ആമേൻ. വരണ്ട കൈയുള്ള മനുഷ്യനെ ശബത്തിന്റെ അന്ന് സഭയ്ക്ക് നടുവിൽ, ദേവാലയത്തിന്റെ നടുവിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി അവന്റെ കൈക്ക് സൗഖ്യം വരുത്തപ്പോൾ ഹി എക്സ്പീരിയൻസ്ഡ് the real, the true Sabbath in his life. അവന്റെ ജീവിതത്തിൽ യഥാർത്ഥ ശബത്ത്, സത്യമായ ശബത്ത് ആ മനുഷ്യൻ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രൈസ് ഗാഡ്.